ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്നോ ഡിന്നറെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, ഒരു റവ ദോശയും വിത്ത് ടൊമാറ്റോ ചട്നിയുമായിട്ടാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിയാണ്. പിന്നാണെങ്കിൽ തൈര് എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. റവയും അരിപ്പൊടി ഞാൻ ഒരേ അളവിലാണ്, ഒരേ കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഒരേ അളവ് തന്നെ വേണം. ഇനി നമുക്കിതൊന്ന് കലക്കി വെക്കാം, മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ റവയും കുറച്ച് ഉപ്പും തൈരും എല്ലാം കൂടെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കി വെക്കും. അത് തലേദിവസം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്തൊക്കെ വെക്കാം. വൈകുന്നേരത്തേക്കാണെങ്കിൽ ഉച്ചയ്ക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി നല്ല മുരുമുരാന്നുള്ള ദോശ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അരി അരയ്ക്കാനോ അരി വെള്ളത്തിലിടാനോ ഒക്കെ വെക്കാൻ മറന്നുപോയെങ്കിൽ നമുക്ക് ഇങ്ങനെ ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ഹെൽത്തിയാണ്. എപ്പോഴും ഗോതമ്പ് ദോശയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് നമുക്ക് ബോറടിക്കത്തില്ലേ? അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ റവ ദോശയും റവ ഇഡലി ഇതൊക്കെ ചെയ്ത് നോക്കാം. റവ ഇഡലി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ സാധാ ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം. ഇതിനി ഒരു 3-4 മണിക്കൂർ ഇത് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെയും ദോശയാക്കി നോക്കാം. കണ്ടില്ല, നല്ല ലൂസായിട്ട് വേണം നമ്മളിത് എടുക്കാനേ മാവ്. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ സാദാ ദോശ ചുടുന്ന പോലെ നമുക്കിങ്ങനെ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്താനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ ഉള്ള ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീയും കൂടെ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. കുറച്ചുകൂടെ ലൂസായിട്ട് മാവെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. അതൊക്കെ നമ്മുടെ ചോയ്സ് പോലെ തന്നെ. ഇതിപ്പം ഗീ അപ്ലൈ ചെയ്യുന്നതാണേലും ഓയിൽ, നല്ലെണ്ണ എന്താണേലും കുഴപ്പമില്ല. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ. എപ്പോഴും പറയുന്ന പോലെ തന്നെ കുക്കിങ്ങിൽ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസൊന്നും ഇല്ല. നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഒരിഷ്ടം അനുസരിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അവരുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമുക്കല്ലേ അത് നന്നായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. ഇത് ടൊമാറ്റോ ചട്നിക്കുള്ളതാണ്. കുറച്ച് ഒണിയൻ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കോക്കനട്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ്. എന്ന് വെച്ചാൽ നമ്മളധികം തേങ്ങയൊന്നും ഉപയോഗിക്കത്തില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരുടെ ഓയിലും തേങ്ങയൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടം അനുസരിച്ചും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു ഉപയോഗം അനുസരിച്ചിട്ടൊക്കെ വേണം നമ്മൾ എല്ലാം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാമല്ലോ ടൊമാറ്റോ ചട്നിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ എല്ലാ ദോശയും ഞാൻ കുറച്ച് എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ ഞാൻ അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയിലുള്ളവരോടും ഒക്കെ പറയണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾ പറയണം. എങ്കിൽ മാത്രമേ ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് എത്താൻ പറ്റത്തുള്ളൂ. ബൈ ബൈ.